ഇതൊരു കഥയല്ല, നിത്യേന കണ്ടു മനസ്സു വേദനിക്കുന്ന കുറെ കാഴ്ചകളാണ്. സ്ക്രീനിൽ നിത്യം കണ്ട് പരിചിതങ്ങളായ മുഖങ്ങളോ വിസ്മയിപ്പിക്കുന്ന ക്യാമറ ടെക്നിക്കുകളോ സാങ്കേതികതയുടെ ബ്രഹ്മാത്മകതയോ സംഗീത വിസ്ഫോടനങ്ങളോ ഒന്നുമില്ല. ജീവിതത്തിലൂടെ ഒരു പരക്കം പച്ച, അത്ര തന്നെ. Sriyesh, what is this? Look at me. You're such a disgrace to the school. Get out. Get out. ഇത് ചന്ദ്രു, പുതിയ ആളാണ്. ഷാൻ കണ്ടെത്തിയതല്ലേ? ഓക്കെ പറയാം. പിന്നെ ഷാൻ, വരുന്ന 28-ന് പീഡിയാട്രിക് സ്റ്റാഫ് വരുന്നുണ്ട്. ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇതിൽ പലവിധ സ്റ്റാഫുകളുണ്ട്. ഇതൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്തണം. ഓക്കെ ബോസ്. ചന്ദ്രുവിൻ്റെ ഏതാ ഏരിയ? ഏരിയ തിരിച്ചു കൊടുത്തോളാം. ഒരു മാനേജ്മെൻറ്റ് സ്കൂൾ നിരീക്ഷണത്തിലാണ്. ഓക്കെ, ഗുഡ്. അവിടെ ആവുമ്പോൾ നല്ല പൈസാക്കാരുടെ മക്കളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഓക്കെ ബോസ്, ചെയ്യാം. പൊയ്ക്കോളൂ. യെസ് ബോസ്. കരാളദ്രംഷ്ടം കരവാളചഞ്ചല ശുരാന്തജിഹ്വം ഭൃഗുടീമുഖോത്ഭണം സ്തബ്ധോർധകർണം ഗിരിഗന്ധരാത്ഭുത വ്യാത്യസ്സനാസം ഹനുഭേദ വീക്ഷണം. മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പലപ്പോഴും നിങ്ങളുടെ മൗനം നിങ്ങളുടെ സമ്മതമാണ്. സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്തുണ്ടോ?
പിന്നെ കേൾക്കാരസലോടെ നിന്ന് തന്നേ ഉള്ളൂ. അയ്യോ ഇപ്പം മണി മുഴങ്ങും. എടി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള മണി എത്രയാ? വേണ്ട, കണക്ക് വേണ്ട, അതിൽ നീ വലിയ മോശ. എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്വർഗ്ഗഭൂമിയിലേക്ക് നിന്നെ കൊണ്ടുപോവാം. പച്ച പിടിച്ച മലകൾക്കിടയിൽ ഒരു നീലത്തടാകം, തടാകത്തിനെ പുതച്ചു വച്ചിരിക്കുന്ന മഞ്ഞും കൂടാരം. ഓ, നമ്മൾ എന്നാ അവിടെ പോന്നേ? നീ പറയുന്ന എന്നും നമുക്ക് പോവാം. ഓ, ഞാൻ ആലോചിക്കട്ടെ. ദേ കണ്ടോ, അവിടെ പടന്നിരുന്നു. ഞാനെങ്ങനെ അതിൽ കടന്നുകൂടും? എന്താ ചെയ്യാ? അയ്യോ, ഞാൻ ഒരു കാര്യം വന്നോടാ. നീ ആ സ്റ്റോർ പോയിട്ട് നോട്ട്ബുക്ക് വാങ്ങി തരുമോ പ്ലീസ്? താങ്ക്സ്. ശ്രീയേഷ്, നീ ഇന്നും ലേറ്റായല്ലേ? +2 ആണെന്നുള്ള ഓർമ്മ വേണം. മറ്റു കുട്ടികൾ ഡിഗ്രിക്ക് ചേരുമ്പോൾ നീ സേ എഴുതി നടക്കരുത്. കീപ് ഇറ്റ് അപ്പ്. ചേട്ടാ 2 ചോക്ലേറ്റ്. ഓക്കെ ഏട്ടാ. ആ ശരി. ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി. ആ ജാക്കു, നീ ആ സ്റ്റാൻഡിലെ കച്ചവടം വിട്ടാ? ഓ, അവിടെ നിന്ന് മാറി നോക്കിയതാ. അല്ലപ്പ നീ എന്ന് തുടങ്ങി ഈ കച്ചവടം? ഇന്നേക്കേ 1 മാസം 2 ദിവസമായി. ഞാൻ ഇഞ്ചി മിഠായി കൊടുക്കുന്നില്ല, നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഏയ്, അതിനെന്താ കുഴപ്പം? ഇവിടെ ഇഞ്ചി മിഠായി ഇല്ല ആശാനെ. എന്നാ ഞാനെന്ന് നോക്കട്ടെ. ആരായി പോയ ആള്? ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ ഒരു പഴയ പരിചയക്കാരനാ. ഇവിടെ ആദ്യമായിട്ടാ. മിഠായി, ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി. ആ വാങ്ങിക്കോ, വാങ്ങിക്കോ. ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി. ഇന്ന് എല്ലാവർക്കും ഫ്രീ ആണ്. വാങ്ങിക്കോ. ഇഞ്ചി മിഠായി, അവിടെ വാങ്ങിക്കോ, വാങ്ങിക്കോ. ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി ഇന്ന് എല്ലാവർക്കും ഫ്രീ ആണ് കേട്ടോ. ആ വാങ്ങിക്കോ, വാങ്ങിക്കോ. ഇതാ വെച്ചോ. ഇവിടെ ഇവിടെ പിടിച്ചോ. ഹായ് ബോസ്, 1 മിനിറ്റ് ഇപ്പോൾ. ബോസ്. ഹായ് ജാപ്പു, ഹായ് സാർ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? ഉഷാറായിട്ട് നടക്കുന്നില്ലേ?
ഇന്ന് ഞാൻ ക്ലാസ്സിലേക്കില്ലടാ. എന്നാ ഞാനും ഇല്ലടാ. അതാണ് ശ്രീയേഷ് നമുക്ക് പറ്റിയ പണി. ഞാൻ തിരിക്കിയതിൽ ഏറ്റവും മിടുക്കൻ. ശ്രീയേഷ് ഒക്കടെ എന്ന് തന്നെ. ഏയ് ശ്രീയേഷ്, കമോൺ ബോയ്, കമോൺ. വാ മോനെ. അങ്കിളിനോട് ചങ്ങാത്തം കൂടിയവരാരും അങ്കിളിനെ വിട്ടു പോയിട്ടില്ല. മോനും അങ്കിളിനെ തേടി വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ജയ്ക്ക്, മോൻ എപ്പോഴും അങ്കിളിൻ്റെ അടുത്തേക്ക് വരാം. ആഗ്രഹിക്കുന്ന എവിടെ ഈ അങ്കിൾ ഉണ്ടാവും. പിന്നെ നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ട്. ദാ നിനക്കുള്ള സമ്മാനം. പോയിക്കോ. ഡിയർ ചങ്സ്, നാളെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഗ്യാങ്ങിൻ്റെ എംബ്ലം റിലീസ് ചെയ്യും. എല്ലാവരും ഞെട്ടണം. ചൗക്ക റോഡിൽ നാളെ രാവിലെ ചരക്കെത്തും. അത് സ്കൂളിന് മുമ്പിൽ എത്തിച്ച സാധനം തയ്യാറാ. എടാ എനിക്ക് വയ്യടാ. പുലിക്കുട്ടികളൊക്കെ മയങ്ങി വേണം. എണീക്കാൻ വയ്യാത്തവർ അവിടെ കിടക്കും. എല്ലാവർക്കും ഞാൻ നമ്മുടെ എംബ്ലം പതിക്കും. അതൊക്കെ ഞാൻ ഏറ്റു. ബോസങ്ങൾ അറിഞ്ഞു തരും. കൊട്ടതാ എഴുതോടെ തീർന്നു. എടാ എനിക്കുള്ള ഇങ്ങോട്ട് താടാ. നിറമുള്ള പൂക്കളെ മോഹമേ, അറിയാതെ മൂളിടും രാഗമേ, കുറുകുന്ന ചുണ്ടിലും എത്തുമോ മുത്തമാ. നിറമുള്ള പൂക്കളെ മോഹമേ, അറിയാതെ മൂളിടും രാഗമേ, കുറുകുന്ന ചുണ്ടിലും എത്തുമോ മുത്തമാ. കുളിർ വാക്കു പെയ്തിടും വർഷമേ, കളിനോട്ടമെന്നിലും ഹർഷമേ, ഉലകങ്ങൾ പൂത്ത പൂവർഷമേ, ഉലകങ്ങൾ പൂത്ത വർഷം, ഉലകങ്ങൾ പൂത്ത വർഷം. നിറമുള്ള പൂക്കളെ മോഹ
മോഹമേ അറിയാതെ മൂളിടും രാഗമേ കുറുകുന്ന ചുണ്ടിലും എത്തുമോ മുത്തമാ തുടുത്തു നിൽക്കുന്നൊരാ വാരിളം മേഘമായി ഇടനെഞ്ചിൽ പൂക്കുന്നൊരാ പ്രേമലോലം തുടുത്തു നിൽക്കുന്നൊരാ വാരിളം മേഘമായി ഇടനെഞ്ചിൽ പൂക്കുന്നൊരാ പ്രേമലോലം മഴവില്ലിനായിരം വർണ്ണമേഘമേ നീ അഴകുള്ള തൂവലായി നീ നിറഞ്ഞുവോ ഇതു നമ്മൾ പൂക്കുന്ന കാലം സുഖമഞ്ഞിളം കാലമേ സുരസുന്ദരദാഹമേ മധുചുംബന പൂക്കളേ നിറമുള്ള പൂക്കളെ മോഹമേ അറിയാതെ മൂളിടും രാഗമേ കുറുകുന്ന ചുണ്ടിലും എത്തുമോ മുത്തമാ കാറ്റിലാടുന്ന മുല്ലയെ നിന്റെ കൊഞ്ചലാണു വെൺചാമരം തൊട്ടു തൊട്ടു നീ നിൽക്കവേ മൊട്ടുപൂക്കുന്നു പൂമരം കാറ്റിലാടുന്ന മുല്ലയെ നിന്റെ കൊഞ്ചലാണു വെൺചാമരം തൊട്ടു തൊട്ടു നീ നിൽക്കവേ മൊട്ടുപൂക്കുന്നു പൂമരം ഇതു നമ്മളെന്ന ലോകം പ്രേമം ചാർത്തും ഇന്ദ്രജാലം എന്നിലും നിന്നിലും നിന്നും നിന്നലേ തെന്നലേ ഇളവീലു പോലെ വാവാ കളിയാടിയാടി വാവാ കുളിരോളമായി വാവാ പുതുപ്പാൽ നിലാവുമായി വാ നിറമുള്ള പൂക്കളെ മോഹമേ അറിയാതെ മൂളിടും രാഗമേ കുറുകുന്ന ചുണ്ടിലും എത്തുമോ മുത്തമാ കുളിർ വാക്കു പെയ്തിടും വർഷമേ കളിനോട്ടമെന്നിലും ഹർഷമേ പുളകങ്ങൾ പൂത്ത പൂവർഷമേ പുളകങ്ങൾ പൂത്ത വർഷം പുളകങ്ങൾ പൂത്ത വർഷം ക്ഷീണമുണ്ടോ നിനക്ക്? ക്ഷീണമുണ്ട്. ഇത് കഴിച്ചോ, ക്ഷീണം മാറും. Guarda chuva pra amassar. Guarda chuva pra amassar. Mantela pata pioco pioco pioco.
ഷാൻ, ഇതാണോ നീ പറഞ്ഞ കുട്ടി? കുട്ടിയുടെ പേര്? മിന്നി. നൈസ് നെയിം. ആ, ഷാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നല്ലോ അല്ലേ? ആ. ഈ നാട്ടിലെ പാരമ്പര്യമുള്ള തറവാട്ടിലെ കുട്ടിയാണ് ബോസ്. ഇവളുടെ അച്ഛൻ വലിയൊരു മദ്യപാനയാണ് ബോസ്. ബാറിൽ അക്കൗണ്ടും ഉണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ എളുപ്പമായി. നമുക്ക് പോവാം. എന്താ പേടിയാവുണ്ടോ? പേടിക്കണ്ട മോളെ, ഇതാ മിഠായി. ഇത് കഴിച്ചാൽ ബോഡി എനർജിയാകും, പഠിക്കാൻ ബുദ്ധി, സ്കൂളിൽ ഫസ്റ്റ് ആകാം. പിന്നെ നമുക്ക് ഈ ഫീൽഡിൽ രാജ്ഞിയാക്കാൻ ബോസ്. യെസ്. ഓക്കേ ബോസ്. നിന്നെ കാത്തു നിന്ന് ഞാൻ മടുത്തു. നാളെ വരുമ്പോ ഒരു കസേരയോട് കൊണ്ടുപോര്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തീരണമെങ്കിൽ നിന്റെ ട്യൂഷൻ തീരണം. ഓ, നീ വലിയ ഐസക് ന്യൂട്ടൻ. ട്യൂഷനും പോലെ ഒന്നിനും പോലെ ഇങ്ങനെ കറങ്ങിയായിരുന്നോ? അതിനൊന്നും ഈ പ്രിയെ കിട്ടൂല. അതെന്റെ പേഴ്സണൽ കാര്യങ്ങൾ, അതിൽ നീ ഇടപെടണ്ട. ആ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. സത്യം പറയണം, ലെസ്ലിങ്ങൾ എന്ന ചോക്ലേറ്റ് എന്ത് ചോക്ലേറ്റാ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ബെല്ല് മുഴങ്ങി, വൈകിട്ട് കാണാം. രണ്ട് വിക്സ് മിഠായി. കിട്ടിയടാ, ബാഗ് എക്സ്ചേഞ്ച് ചെയ്തു. വേം വിട്. ഓ, ചതിച്ചു. വേം വിട്. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും മഹേഷ് സാറ് എപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. സാറ് പറയുന്നതിൽ കാര്യമില്ലാതില്ല. ചിലതൊക്കെ നമ്മൾ കണ്ണടയ്ക്കണം. നമ്മുടെ നിലനിൽപ്പ് ഓടി നോക്കണം. ഡിവിഷൻ പോയാൽ നമ്മളൊക്കെ വീട്ടിലിരിക്കേണ്ടി വരും. ശരിയാ, സ്കൂളിന് പേരുദോഷം വന്ന ആരും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ല. അധ്യാപകരാവും കുറ്റക്കാരൻ. നമ്മുടെ നിലനിൽപ്പിന്റെ കൂടെ കുട്ടികളുടെ ഭാവി കൂടെ ചിന്തിക്കണം. ഇക്കാര്യത്തിൽ മഹേഷ് സാറിനോടൊപ്പം നിൽക്കാനാവില്ല. ഞാനും അതിനും പിന്തുണ നൽകുന്നു. ദർശൻ, എടാടാ വാടാ. എന്താ സാർ? നിങ്ങളോട് എന്നെ വന്ന് കാണാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? ലിജിനെ, നിങ്ങളിൽ ആരാണെന്ന് ആ ബൈക്ക് ഓടിച്ചത്? ആ അപകടം പറ്റിയ ആള് അല്പം സീരിയസാ. എനിക്ക് വണ്ടി ഓടിക്കാറില്ല സാർ. അപ്പൊ ലിജിനാണ് പ്രതി എന്നാണ് ഇപ്പൊ ദർശൻ പറഞ്ഞത്. പറ്റിപ്പോയി സാറ്, രക്ഷിക്കണം. എന്തായാലും നിങ്ങളുടെ രക്ഷിതാക്കളോട് എന്നെ വന്നൊന്ന് കാണാൻ പറ.
നീ അതേ പുണ്യാളാന്ന് നോക്കണ്ട, സ്കൂളിന്റെ പടി കാണില്ല നീ. ഒന്ന് പോയടാ, നീ വലിയ രാജാവാന്ന് നോക്കണ്ട, നിന്റെ രഹസ്യ കച്ചവടമൊക്കെ ഞാൻ അറിയണ്ട്. ഓ അങ്ങനെയാണോ? അപ്പൊ നീയാണല്ലോ ഒറ്റുകാരൻ. ഇതുവരെ ഒറ്റിയിട്ടില്ല, വേണ്ടി വന്നാൽ എന്നാ നീ അങ്ങ് ചെയ്യ, കാണാം നമുക്ക്. ഓ കാണാം. ഒറ്റുന്ന കൂട്ടത്തില് നിന്റെ പ്രീതമ മിന്നിയില്ലേ, അവളെയും കൂടെ ഒറ്റടാ. മയക്ക് വരുന്ന കച്ചവടത്തില് വലിയ സ്റ്റാറാപ്പ അവള്. ഇതെന്റെ അച്ഛൻ. നമസ്കാരം. ഇതമ്മ. ദർശന്റെ പിതാവ്. ഇവന്റെ കുട്ടിക്കാലത്തെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാ സാറേ. ഞാൻ ഒരുപാട് അധ്വാനിച്ച ഇവനെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും. ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ലിജിൻ വേറൊരാളുടെ ബൈക്ക് എടുത്ത് ഓടിച്ചു, പിന്നിൽ ദർശനം ഉണ്ടായിരുന്നു. അയ്യോ, ആ യാത്രയിൽ ഒരു അപകടം പറ്റിയത് നിങ്ങൾ അറിഞ്ഞോ? അദ്ദേഹം ഇപ്പൊ ആശുപത്രിയിലാണ്. സാറേ, അവൻ ലൈസൻസില്ല, പഠിപ്പിക്കാൻ കഴിവുണ്ടായിട്ടൊന്നുമല്ല. പുതിയ തലമുറ കുട്ടികളല്ലേ, പഠിക്കട്ടെ എന്ന് കരുതി. എന്നേക്കാൾ 3 ക്ലാസ് കൂടുതൽ പഠിച്ചതാ. മതി സാറേ, മക്കളെ കൊണ്ടുള്ള മോഹങ്ങൾ പണിയരുത്. ഞാൻ തോറ്റുപോയി സാറേ. ഇവർ നല്ല കുട്ടികളാ. ഇതേവരെ കേസില്ലാതെ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. മുന്നോട്ട് ഞാൻ പരിശ്രമിക്കാം. വളരെ ഉപകാരം സാർ. ആയിക്കോട്ടെ. ഇനി ഇവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാകാതെ ഞങ്ങൾ നല്ലത്. നോക്കിക്കോളാം. നന്ദിയുണ്ട് സാറേ, ഞാൻ ശ്രദ്ധിച്ചോളാം. കുക്കു ഇവിടെ. ഹായ് ബോസ്. എല്ലാം ശരിയാക്കാം ബോസേ. ഓക്കെ, പോയി വരാം ബോസ്. ഹലോ മാഷേ. ആരും കാത്തു നിൽക്കണ മാതിരിയുണ്ടല്ലോ. സാർ, അവൻ ഇപ്പൊ വരും, ആ ഇഞ്ചി മിഠായിക്കാരൻ. അവനെ കണ്ടിട്ട് നമുക്കെന്ത് കാര്യം മാഷേ? ഓ, സാറിന് ഇതേവരെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ആ ഇഞ്ചി മിഠായി വിൽപ്പനക്കാരനില്ലേ, അവനാണ് നമ്മുടെ കുട്ടികൾക്ക് മുഴുവൻ മയക്കുമരുന്ന് കൊടുക്കുന്നത്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അവനെ പോലീസിൽ പിടിപ്പിച്ചാൽ കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മുടെ കുട്ടികളെ ഈ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റും. ആയിക്കോട്ടെ മാഷേ. ആരാ തന്നീന്ന് ആരോട് പറയരുത്. ഇല്ല, ഇതിനാരോടും പറയില്ല. എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കണം. അപ്പോ ഇഞ്ചി മിഠായിയുടെ കൂടെ ഈ മിഠായി കൂടി വിൽപ്പന ഉണ്ടല്ലേ? ആ, കുറച്ച് നാളായി അങ്ങനെ ഒരാളെ സ്കൂളിൻ്റെ മുമ്പിൽ കണ്ടു തുടങ്ങിയിട്ട്. ഈ മിഠായി കഴിച്ചാൽ മെമ്മറി പവർ കൂടുമെന്ന് എന്ന് ആര് പറഞ്ഞു? എന്നിട്ടും നിന്റെ മെമ്മറി പവർ കൂടിയിട്ടില്ലല്ലോ ദർശ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മോശമാണല്ലോ നിന്റെ റിസൾട്ട്. എടാ, എത്രയാടാ ഈ മിഠായിയുടെ വില? 100 രൂപയ്ക്ക് 5 എണ്ണം. ഇത് സ്ഥിരമായി കഴിക്കുന്ന കുട്ടികൾ വേറെയുണ്ടോ ഇവിടെ? അറിയാൻ പാടില്ല സാർ. ഈ മിഠായി ദിവസവും വാങ്ങാൻ നിനക്ക് എവിടെ നിന്നാ പണം? വീട്ടിൽ നിന്ന് മോഷ്ടിക്കും അല്ലേ?
മാഷേ ആ സാറെന്താ ഈ വഴിക്ക്? അല്ല, ശ്രീരാജ് എന്താ ഈ വഴിക്ക്? ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ, അപ്പോഴാ സാറിന്റെ കാറ് കണ്ടത്. നീ അത് കണ്ടോ? ആരൊക്കെയാണ് ആ ബോട്ടിലിരിക്കുന്നത്? സാർ അത് ലെസ്ലി സംഘല്ലേ? സാർ എപ്പോഴും ഒരു പിന്നാലെ ഉണ്ടോ? ഉണ്ടല്ലോ. അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ അവരുടെ പിന്നാലെ ഉണ്ടാവും. സാർ ചോദിക്കുന്നോണ്ടൊന്നും വിചാരിക്കരുത്. സാറിന് രഹസ്യ പോലീസിന്റെ പണിയുണ്ടോ? ഉണ്ട്. നമ്മുടെ കുരുന്ന് മക്കളുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ഭീകരന്മാരെ പോലീസിൽ പിടിച്ചേൽപ്പിച്ചിട്ട് ഞാൻ അടങ്ങൂ. നീ കേരള പോലീസിന്റെ യോദ്ധാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്, വിശദമായിട്ട് അറിയില്ല. യോദ്ധാവ് മയക്കുമരുന്നിന്റെ ഉപയോഗവും വിപണനവും തടയുന്നതിന് വേണ്ടി കേരള പോലീസ് രൂപം കൊടുത്ത ഒരു വിങ്ങാണ് യോദ്ധാവ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള പോലീസ് ഈ വിങ്ങിന് രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പോ സാറ് യോദ്ധാവാണല്ലേ? യെസ്. നമ്മുടെ സ്കൂളിലെ ശ്രീയേഷ് അടക്കം ഒരുപാട് കുട്ടികളെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കീഴടക്കണം, അവരുടെ സങ്കേതം കണ്ടെത്തണം. അതാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. അവരെ കൂട്ടത്തോടെ കീഴടക്കാൻ നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. സർ, ഞാൻ സുദീപ്. ഓ, CI വിളിച്ച് പറഞ്ഞിരുന്നു. ശരിക്ക് ഇവനാണല്ലേ കക്ഷി? രണ്ടുപേരുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഉണ്ട് സർ. ഒരാൾ അപകടം പറ്റി ഹോസ്പിറ്റലിലാണ്. സാറേ, ഇവനെ ഞാൻ അകത്ത് കൊണ്ടുവന്ന് വിശദമായൊന്ന് ചോദ്യം ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു സർ. ഇവരറിയാതെ കാര്യറായതാ. പിന്നെ ഒരു വിശദമായ ചോദ്യം ചെയ്യൽ ഒഴിവാക്കിക്കൂടെ? കുട്ടികളല്ലേ സർ. എത്ര കിട്ടിയടാ അതിന്? 1000 രൂപ. സാധനം എന്താന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്മാറി. നീ കഴിച്ചോ ആ മരുന്ന്? ഒരു വട്ടം. അത് അപകടകരമാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കഴിച്ചില്ല. നിനക്കറിയാവോടാ അവരുടെ താവളം? ഇല്ല സാർ. ഇവനെ അറിയാൻ പറ്റും സാർ. അകത്ത് കൊണ്ടുവന്ന് പൊട്ടിച്ചാലോ? സർ പ്ലീസ്. സാറ് പറഞ്ഞുകൊണ്ട് മാത്രം തൽക്കാലം നിന്നെ വിടുന്നു. മേലിൽ ഇത് ആവർത്തിച്ചാൽ പിടിച്ചകത്തിടും. ഇല്ല സാർ, മേലിൽ ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഉണ്ടാകാരുന്ന നിനക്ക് കൊള്ളാടാ. ആ, തൽക്കാലം ഞാൻ കേസെടുക്കുന്നില്ല. ഇവനെ കൊണ്ടുപോക്കോ. ഓക്കെ സർ. താങ്ക്സ് സർ. വാ പോവാം. Yes! Yes! Joe Cross. നാട് വിട്ടു വന്ന കോടി നമ്മകത്ത് കൂട്ടുകൂടി.
നീരിലാകെ ലഹരി തീണ്ടി കാട്ടുപോലെ കാട് തീണ്ടി കാടൊലിച്ചു പുകയെടുത്തു കപ്പൽ തീർത്ത് നമ്മൾ യാ യാ നമ്മൾ കടലെന്തി ഹായ് ബോസ്. ഹായ്. ചരക്കുകളൊക്കെ കിട്ടി. അപ്പോൾ ഫണ്ടെല്ലാം ഓക്കെയാണ്. ഓക്കെ. എന്നാൽ നമുക്ക് എന്റെ സംഗീതത്തിലേക്ക് പോവാം. ഓക്കെ. അത് കൊണ്ടുവന്ന കുട്ടി അവിടെ ഉണ്ടാവും. ആ. ഏയ് നിമി, come on, come on. അങ്കിൾ അതിലെയാണോ? കുരുങ്ങ് പ്രായം. ഇവിടെ ഞാൻ ബോംബെ ടു കേരളക്കാരിയാക്കും. അത് സൂപ്പറായിരിക്കും. വാവ്. ഇതാ. താങ്ക് യു. ബുദ്ധിമുട്ടായില്ലല്ലോ? ഇല്ല ബോസ്. മോളെ അങ്കിൾ സ്കൂളിൽ കാണാൻ വരുന്നുണ്ട്. ഹായ്. താങ്ക് യു ബോസ്. ഓക്കെ. ശ്രീ, ദാ ശ്രീയേഷ്. ശ്രീ, ശ്രീയേഷ്. എന്തിനാണ് ഇങ്ങനെ വന്നത്? നീ ഇങ്ങോട്ട് വരരുത്. തിരിച്ചു പോ. ഞാൻ ഇവിടെ വന്ന് നിനക്ക് എന്നെ കൊല്ലണോ? ഇവിടെ കിടക്കാൻ ആർക്കും അധികാരമല്ല. പിന്നെ നീ എന്തിനു വന്നു? ഇവിടെ വന്ന് നിന്റെ വീട്ടിൽ പറയണ വന്ന്. പിന്നെ നിന്നെ എനിക്ക് കാണാന്നോടി പറയാം. നീ എന്നെ വിട്ടുപോകാനോ? നിന്നെ കൊല്ലും ഞാൻ. നോ നോ. നിന്റെ കൺമുന്നിൽ പിടഞ്ഞു പിടഞ്ഞു ഞാൻ ചാവും. ഇപ്പൊ കാണോ നിനക്ക്? നീ എന്തിനാടി കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? നീ കരയുന്നത് എന്തിനാന്ന് പറ. എന്റെ കൈ വേദനിക്കുന്നു. സോറി സോറി. ഈ കൈകൾ ഞാൻ വേദനിപ്പിച്ചൂടാ. സോറി സോറി. നിന്റെ കൈകൾ വേദനിപ്പിച്ച് ഈ കൈ ഇനി വേണ്ട. ഡിയർ ബ്രദേഴ്സ്, ഈ കൈ വെട്ടി മാറ്റടാ, വെട്ടി മുറിക്കടാ. ആ, നീ ശ്രീയേഷ് പറഞ്ഞിട്ട് വന്നതല്ലേ? അതെ അങ്കിൾ. ആ, ഇതെല്ലാവർക്കും കൊടുക്കണം. അവനോട് പറയണം എന്നെ ഒന്ന് വന്ന് കാണാൻ. പറയാം. അവൻ കുറച്ച് ക്യാഷ് തരാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഒന്ന് ക്ലിയർ ചെയ്യാൻ പറയണം. പറയാം. ഇത് വെച്ചോളൂ. ഫുൾ ഫ്ലാഷ് ചെയ്യണം. എന്നാ പിന്നെ നീ വിട്ടോ. ഹായ്. ആ, സ്കൂളിൽ എല്ലാവർക്കും കൊടുക്കണം അത്. ഇങ്ങ് വാ. ആവശ്യമുള്ളപ്പോ തിരിച്ചു വരണം. നമ്മുടെ ശ്രീയേഷ് എവിടെ പോയി? കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. നമ്മുടെ ലിജുനോ? ലിജിനും അതെ, ശ്രീയേഷും ഓ, കുറച്ച് ദിവസമായിട്ട് സ്കൂളിലും കാണുന്നില്ല.
ദാ ഇതുകൂടെ വെച്ചോളൂ. ആ ഇത് അവർക്കും കൊടുക്ക്. ആ അവർക്കും കൊടുത്തേക്കണം. ഇതുകൂടെ. വരുമോ? ഇതാ വരണോ? ഹായ്, ഞാനിവിടെ അങ്കിളെ കാണാൻ പോയിക്കായിരുന്നു. ഞങ്ങളും കണ്ടല്ലോ. എനിക്ക് ഇത്രയും കിട്ടി. ഞങ്ങൾക്കും കിട്ടിയല്ലോ. അങ്കിൾ എല്ലാവർക്കും കൊടുക്കാൻ തന്നിട്ടുണ്ട്. രണ്ടു ദിവസം എവിടെയായിരുന്നു താൻ? എവിടെ ആയിരുന്നടോ? മറ്റുള്ളവരും കാണുന്നില്ലല്ലോ. ദാ ഇത് വെച്ചോ. പിന്നെ കുറച്ച് ബാക്കി പഴയത് നിൽപ്പുണ്ട്. എന്ന് കിട്ടുമോ എന്തോ. എല്ലാം തീർക്കാൻ ബോസ്. ആരാവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നത്? അത് പാല് വീട്ടിൽ നിന്ന് മറ്റേ കഴിഞ്ഞ കിട്ടിയാണ്. അയ്യോ അച്ഛൻ, അച്ഛ ഇതൊക്കെ എന്റെ കൂട്ടുകാരാ അച്ഛൻ. എല്ലാം കേട്ടിട്ട് തന്നെയാണോ ഞാൻ വരുന്നത്? എന്നാ പിന്നെ താനും കുടിക്കേ. കുടിക്കണോ? കുടിക്കാൻ ഞങ്ങളുടെ സ്വർഗത്തിൽ ഇടപെടാൻ ഒരു തന്തമാരും വരണ്ട. ആ കുക്കു അവനാള് കൊള്ളാം. പള്ളിപ്പെരുന്നാളിന് കിട്ടിയ പുതിയ അവതാരം. പെരുന്നാളിന് കുട്ടികളെല്ലാവരും തന്നെ അവിടെ എത്തും. കുട്ടികളെ വശീകരിക്കുന്ന കാര്യത്തിൽ ആള് മിടുക്കണവൻ. അവനെ നമ്മുടെ ഗ്യാങ്ങിൽ സ്ഥിരം ആളാക്കണം. അല്ല എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഒന്ന് കേൾക്കട്ടെ. ഞാനുള്ളപ്പോൾ എന്തിനാ ബോസ് പുതിയൊരു അവതാരം? എനിക്കിട്ട് പണി തരാനാണോ? നിന്നെക്കാൾ കേമൻ. കഴിവുള്ളവരെ അംഗീകരിക്കുന്നത് ഈ ലെസ്ലിയുടെ ഒരു പോളിസിയാണ്. കാര്യമൊക്കെ കൊള്ളാം. എനിക്കിട്ട് പാരപണിയാൻ വന്നാൽ തട്ടിക്കളയും ഞാൻ, ഏതപ്പന്റെ അവതാരായാലും. ഓ അവൻ പോട്ടടോ. പോയിക്കോട്ടെ ബോസ്. വരണം വരണം മിസ്റ്റർ മുരുകൻ. ഇരിക്കാം. ഓക്കെ ബോസ്. ഇരിക്കാം. ഇവൻ മുരുകൻ സ്കൂളിലെ പ്യൂണ. സ്കൂളിലെ ഓരോ ചലനങ്ങളും ഇവൻ നിങ്ങൾക്ക് ചോർത്തിത്തരും. ആ എന്നാ പിന്നെ നോക്കിയിരിക്കാതെ ഇവനും കൂടെ വരണോ? ഒഴിക്ക്. ഒഴിക്കടോ. പിടിക്കവനെ, ആ സ്കൂളിലെ പയ്യൻ. മുരുക, നീ കണ്ടോ അവനെ? ഞാൻ കണ്ടു ബോസ്. അവന്റെ പേര് ശ്രീരാജ്. അവന്റെ കാര്യം തീരുമാനമാകും.
അവനെ നമ്മുടെ പുറകെ കണ്ടു തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ബ്രില്യൻ സ്റ്റുഡന്റ്. അവനൊക്കെയാണ് നമുക്ക് ആവശ്യം. എല്ലാ പഠിപ്പിസ്റ്റുകളുടെയും തലച്ചോറ് തകർക്കണം. കേരളം കുരുന്നുകളുടെ വിവരമില്ലായ്മയിൽ തകരണം. എന്ത് പറ്റിയടാ? അവക്കാരാട്ടയാണ് ബോസ്. ഞങ്ങളെ അടിച്ചിട്ടിട്ട് അവൻ കടന്നു. എന്ത് കരാട്ട? അവൻ നമ്മുടെ കാൽക്കൽ വരും. സാർ, ഞാൻ പള്ളിപ്പെരുന്നാളിന് വന്നേണ്ടായി. അപ്പോൾ ലെസ്ലിയുടെ കാറ് ഒരു വീടിന് മുന്നിൽ കിടക്കണ കണ്ടു. കൂടാതെ നമ്മുടെ പ്യൂണിൻ്റെ കാറും. ഏത്? നമ്മുടെ സ്കൂളിലെ മുരുകൻ്റെതോ? അതെ സാർ. ഞാൻ അവിടെ കയറി നോക്കിയപ്പോൾ ലെസ്ലിയും സംഘത്തോടും കൂടി അയാൾ മദ്യപിച്ചിരിക്കുകയാണ്. നീ കണ്ടത് നമ്മുടെ സ്കൂളിലെ മുരുകൻ്റെ കാറ് തന്നെയാണ്. അതെ സാർ, ഉറപ്പാണ് സാർ. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണല്ലോ ശ്രീരാജേ. തൽക്കാലം നീ ഇത് ആരോടും പറയണ്ട. വേണ്ടത് ഞാൻ ചെയ്തോളാം. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് എന്തിനു പോവാ? കഷ്ടപ്പെടാൻ നമ്മളും ഉണ്ടാക്കാൻ അയാളും. അതിന് പെട്ടെന്നിങ്ങനെ മാറ്റി ചവിട്ടണോ? നമുക്ക് വീതം ഒന്ന് കൂട്ടി ചോദിച്ചാലോ? ഇനി 5-10 കൂട്ടി തന്നാലും ഞാനില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ സ്വന്തമായി തുടങ്ങാൻ പോവാ. വേണമെങ്കിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ കൂടാം. അയാൾ തരുന്നതിൻ്റെ ഇരട്ടി ഞാൻ തരാം. ലെസ്ലിക്ക് സ്റ്റഫ് കൊടുക്കുന്ന ബോസ് എനിക്കും തരും. ലെസ്ലി പ്രശ്നമുണ്ടാക്കുമെന്നാ എൻ്റെ പേടി. അയാളൊരു പുല്ല് ചെയ്യില്ല. ഊതിയ പറക്കുന്ന മുതലല്ലേ. നമ്മുടെയൊക്കെ ബലത്തിലാ അയാൾ പിടിച്ചു നിൽക്കുന്നത്. ഓക്കെ ബോസ്. നമ്മുടെ പിള്ളേരെല്ലാവരും കൂട്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. ബാക്കി കാര്യം ഞാനേറ്റു. എല്ലാവർക്കും നല്ല കമ്മീഷൻ. ഇനി മുതൽ നീയാടാ ഞങ്ങളുടെ ബോസ്. ഇത് ആസ്വദിക്കു മക്കളെ. ഇനി മുതൽ നമ്മൾ ഒന്ന്. സുദീപ് സാർ, ഞാൻ സാറിനെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ ബെന്നി സ്റ്റീഫൻ വിളിച്ചിരുന്നു. എന്തോ കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ഞാനും വരാം സർ. നമ്മുടെ പ്യൂൺ മുരുകൻ വരാൻ കാത്തു നിൽക്കുക. സാറ് കൂടെ ഉള്ളത് നന്നായി. ഓ, മറ്റേ കാര്യത്തിനല്ലേ? അതെ സാറേ, അവനൊരു അടിയുടെ കുറവുണ്ട്.
സാറേ അവൻ വരുന്നുണ്ടെന്ന്. ഓക്കെ, വരട്ടെ. ഗുഡ് മോർണിംഗ്. വളരെ വിലക്കൂടിയ കാറാണല്ലോ മുരുക. ലോണാ സാറേ? ഈയിടെയായി മുരുകന് നല്ല വരുമാനമാണ്. ലോട്ടറി അടിച്ചെന്നാ തോന്നണേ സാർ. വില കൂടിയ കാറും കഴുത്തിൽ സ്വർണ്ണ ചെയിനും. ഓ, അങ്ങനെയാണെങ്കിൽ ചെലവ് ചെയ്യണമല്ലോ. കളിയാക്കല്ലേ സാറേ, ജീവിച്ചു പോട്ടെ. ജീവിക്കാൻ മാർഗമില്ലാതെ പട്ടിണി കിടക്കുന്നത് കണ്ടുകൊണ്ടാ പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും തനിക്ക് ഈ സ്കൂളിൽ ജോലി തന്നത്. ആ, നീ ഇപ്പോ ഈ സ്കൂൾ നശിപ്പിക്കാൻ തുടങ്ങുമോ? സാർ, ഞാൻ എന്ത് തെറ്റ് ചെയ്തേ? പിഞ്ചു കുഞ്ഞിന്റെ തലച്ചോറിനെ നശിപ്പിക്കുന്ന മയക്കുമരുന്നുകാരുമായിട്ടുള്ള നിന്റെ ചങ്ങാത്തം ഇന്നോടെ തീർന്നു മുരുക. സാർ, മാപ്പ്, തെറ്റുപറ്റിപ്പോയി. ഇനി ആവർത്തിക്കില്ല സാർ. മാപ്പ് ഞങ്ങളോടല്ല പറയേണ്ടത്, ഈ സമൂഹത്തോടാണ്. നിനക്ക് പിള്ളേടാ ഈ പ്രായത്തിലുള്ള മക്കള്? സാർ, പോലീസിനെ വിളിക്കട്ടെ? വേണ്ട, ആ കുടുംബത്തെ ഓർത്ത് അവനെ വിട്ടേക്കാം. പക്ഷേ ഇവനെ ഇനി ഇവിടെ ആവശ്യമില്ല. നിനക്ക് പോകാം. മയക്കുമരുന്നിന്റെ കമ്മീഷൻ വാങ്ങി തിന്നാൻ നല്ല രസമല്ലേ? ഈ സ്കൂളിന്റെ പരിസരത്ത് പോലും നിന്നെ ഇനി കാണാൻ പാടില്ല. പോയിക്കോളാം. എടാ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ലെസ്ലി ഞങ്ങൾ എന്നെ പൈസയ്ക്ക് വേണ്ടി വിളിച്ചോണ്ടിരിക്കുക. നമുക്കൊരു സിഗരറ്റ് വലിച്ചു കൂടിയാലോ? ഞാനൊരു കാര്യം തീരുമാനിച്ചണ്ടാ. തീരുമാനിച്ചിട്ടുണ്ട്. അവൻ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും. ആൽക്കഹോളിക് കൺസംഷൻ ആൻഡ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. നിക്കണ അവിടെ. എന്തായിരുന്നു നിനക്ക് അവിടെ പണി? ഞാൻ പറയണോ? പറയാം. പറഞ്ഞാലേ എന്റെ കാര്യം നടക്കൂ. എന്ത് കാര്യം? നിങ്ങൾ കുളിക്കണത് മൊത്തം ഞാൻ ഈ മൊബൈലിലെടുത്തു. എനിക്ക് കാശ് താ. ഞാൻ പറയണത് അത്രയും തന്നാ തരാം. എടാ ദ്രോഹി, അമ്മയുടെ മാനത്തിന് വില പറയുന്നോ? ഇങ്ങ് താടാ ഫോൺ. ദീനെ, എന്താടി പ്രശ്നം? ഞാൻ കുളിക്കുന്നത് അവൻ മൊബൈലിലെടുത്ത് അത് കാണിച്ച് അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാ. അവന് പണം വേണം അത്ര. എന്താ കാര്യം? ഇവനെ ഈ ഭൂമി വേണ്ട. ഇവനെ കൊന്നിട്ട് നീ ഇവനെ പൊക്കോളാം. വിട്. ഇവനെന്താ ചെയ്തെന്ന് നന്ദൻ അറിയാമോ? എന്താ പ്രശ്നം? പ്രശ്നമാണ് നന്ദ.
പുറത്തു പറയാൻ കൊള്ളില്ല. ഈ വീട്ടിലുള്ളവർക്ക് ഈ രാത്രി കൂടി ജീവിക്കാനുള്ള അവകാശമേ ഉള്ളൂ. അമ്മയെ തിരിച്ചറിയാത്തൊരു മകനോടൊപ്പം എങ്ങനെ ജീവിക്കാനാ? അല്ല, രാത്രിയിൽ നന്ദൻ മോളെയും കൂട്ടി വന്നതിന് മോനെ കുറിച്ച് പറയാൻ തന്നെ. അവൻ സ്കൂളിൽ ചെന്നിട്ട് ഒത്തിരി ദിവസമായി. അവൻ എന്നും ഇവിടെ നിറങ്ങണം. എല്ലാ ദിവസവും ഇവരുടെ പുറകെ നടക്കാൻ പറ്റുമോ? ജീവിക്കാനുള്ള ഓട്ടമായിരുന്നു. നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ? അവരെ എന്തിനാ ഈ മാറ്റിക്കാണുന്നത്? ഇവിടെ നടന്നൊന്നും നന്ദൻ അറിഞ്ഞില്ലല്ലോ. വേണ്ട. വേണം, അറിയണം. അവന്റെ വിരലം നവർത്തിയാ മതി. അവൻ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ ലോകം മുഴുവൻ പരക്കാൻ. നമ്മളല്ലേ ക്ഷമിക്കാൻ പറ്റുന്നവര്? ക്ഷമിക്കാനോ? ഇവനോടോ? ഇവന് പണം വേണം. അല്ലെങ്കിൽ ഇവൻ മൊബൈലിൽ എടുത്തു വെച്ചിരിക്കുന്ന ഇവന്റെ അമ്മയുടെ കുളി ഇവൻ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കും. ഇനി ഇവനെ പറ്റി നന്ദൻ എന്താ പറയാനുള്ളത്? ഫോൺ. വേഗം വിട് ബോസ്. വേണ്ട. നീ കാരണം എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ശ്രീശേഷി, എനിക്കൊന്നും അറിവുള്ള കാര്യമല്ല. നീ വിശ്വസിക്കണേ വിശ്വസിക്കേ. പഴയ വഴികളൊക്കെ നീ മാറ്റി. കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു. എനിക്ക് എന്നോട് പറയാനുണ്ട്. നീ കേറ്. എനിക്കൊന്നും പറയാനില്ല, നീ പോ. നീ ഇല്ലാതെ ഞാൻ പോവാനോ? നിന്നെയും കൊണ്ടേ ഞാൻ പോവും. നീ മാറി, എനിക്ക് പോണം. നിന്നെ എവിടെയും കൊണ്ടുപോകാനുള്ള കാശുണ്ട് അടി എൻ്റെ. നിന്റെ അമ്മേന്റെ ശരീരം കാണിച്ചുണ്ടാക്കിയ കാശുണ്ടോ? വഴി മാറി, എനിക്ക് പോണം. വിട് വിട്, എന്റെ കൈ വിടാനാ പറഞ്ഞേ. വിട്. നീ എന്റെ മോളെ വഴിയിൽ തടയുമല്ലേടാ? തടയും. എന്താ? മേലിൽ ഇത് ആവർത്തിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും. ഇനി ഞാൻ ആവർത്തിക്കും. അവളെ ഞാൻ കൊണ്ടുപോകും. ഇനി എന്റെ ദേഹത്തോട്ടാ നിന്നെ കുടല് കയറി ഞാൻ റോട്ടിലിടും. കേട്ടാ? എനിക്ക് പറയാനുള്ള അവളോടാ. എന്നെ കോറാൻ നിന്നാ മോളോട് പറഞ്ഞേക്ക് അവളെ ഞാൻ തട്ടുന്ന്. പോയി പറടാ.
എടാ ഇപ്പൊ നമ്മുടെ ആ ക്ലാസ്സിൽ ശ്രീജേഷിനെ കാണുന്നില്ലല്ലോ. അവനെ സസ്പെൻഡ് ചെയ്ത് നീ അറിഞ്ഞില്ലേ? എന്തിനു? കഞ്ചാവ് വിൽപ്പന കേസ്. അപ്പൊ അവന്റെ ചെക്ക് ഫ്രീ ചെയ്യോ? അതാ പട്ടാളക്കാരന്റെ മോളെ അവള് ടി സി മേടിച്ചോണ്ട് പോയി. ഓ അങ്ങനെ നടന്നല്ലേ. ആ ഓക്കെ ഓക്കെ. മിന്നി മിന്നി ഹേ മിന്നി 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 ഓടാ വാ അങ്ങോട്ട്. വരൂ. ആ ഇരിക്കെ. സാർ എന്തെങ്കിലും? ഒന്നും ആയിട്ടില്ല. ഞാൻ ഇന്നലെ ലീവ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അവൻ പോയിട്ട് എത്ര ദിവസമായി? 4 ദിവസമായി. എന്തായിരുന്നു ഇവിടെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാർ. ഇല്ലെങ്കിൽ പിന്നെന്തിനാ അവൻ പോകുന്നേ? അത് ഞങ്ങൾ ചോദിച്ചു. അതിന് അവൻ ഞങ്ങളോട് പിണങ്ങി. വീട് വിട്ടു പോയി? അതെ, അവന്റെ ഒരു കൂട്ടുകാരൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആരാവൻ? അറിയില്ല. ഓ, അവന്റെ മേലെ ഒരു കണ്ണില്ലാതെ പോയി. മക്കളുടെ മേൽ കണ്ണല്ല മനസ്സാണ് വേണ്ടത്. ഏതെങ്കിലും ബോഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അയ്യോ, കുട്ടികളാരുമില്ല സാർ. വരണം സാർ. ഈ തലമുറയ്ക്ക് ഇത് എന്തു പറ്റി മാഷെ? എല്ലും കഷ്ണം കാണിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്ന കഴുകന്മാർ വിലസുന്ന നാടാണിത്. അവരുടെ സങ്കേതം അതാണ് സാർ. ഈ പയ്യന് ഇവരുടെ സങ്കേതം അറിയാമെന്നല്ലേ മാഷ് പറഞ്ഞത്? അറിയാം സാർ. എനിക്ക് കിട്ടിയ അറിവ് വെച്ച് പെൺകുട്ടികളെയാണ് ഇവർ കാരിയറാക്കുന്നത്. കാര്യങ്ങളെല്ലാം കൃത്യമായി ഇവിടെ അറിയുന്നുണ്ട്. മാഷൊന്ന് കണ്ണടച്ചാൽ തൂക്കി അകത്തിടാം. അതുകൊണ്ട് കാര്യമില്ല സാർ. അപ്പോഴും പിടിക്കപ്പെടേണ്ടവർ പുറത്തു തന്നെ ഉണ്ടാകും. ആ പയ്യനോട് ചോദിച്ച് താവളം ഒന്ന് കണ്ടുപിടിച്ചാലോ സാർ? ആ പയ്യനെ കാണാൻ ഒരവസരം ഉണ്ടാകണം. ശരിയാക്കാം. ഹലോ സാർ, ഞങ്ങൾ ലൊക്കേഷൻ എത്തിയത് സാർ. ആ ഓക്കെ. ഹായ് സാർ. ഹായ്. ശ്രീരാജ് എത്ര തവണ ആ താവളത്തിൽ പോയിട്ടുണ്ട്? ഒരു തവണ മാത്രം സാർ. ആരാണവൾ? സോറി സാർ, അത് പറയാൻ പറ്റില്ല. നീ പറഞ്ഞില്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. വേണ്ട ആട്ടെ, നീ പറഞ്ഞ താവളം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കഴിയും. പുതുതലമുറയെ നശിപ്പിക്കുന്ന അവരെ കാണിച്ചു തരാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ ജീവൻ പോയാലും. എന്നാൽ പിന്നെ ഒരു കൈ നോക്കിയാലോ സാർ? ശ്രീരാജ് ഇപ്പോൾ പൊക്കോളൂ, വിളിക്കുമ്പോൾ വരണം. ഓക്കെ. ഇഞ്ചിമുട്ടായി 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 ഇഞ്ചിമുട്ടായി. ഇവനല്ലേ ആ ഇഞ്ചിമുട്ടായിക്കാരൻ? അയാളുടെ മിഠായിക്ക് നല്ല ചെലവാ സാറേ. ദൂരേന്ന് വരെ കുട്ടികൾ വന്ന് വാങ്ങുന്നുണ്ട്. അവനെ ഒന്ന് തൂക്കട്ടെ സാറേ, റാസ്കൾ. ഏയ് വേണ്ട, ഇപ്പം വേണ്ട. അവനെ പൊക്കിയിട്ട് കാര്യമൊന്നുമില്ല, വേരോടെ പിഴുതെറിയണം. അവനും ശരിയാവൂല, അവളും ശരിയാവൂല.
എടാ ദുഷ്ടാ, നീ 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 കുടിക്കേ, നീ കുടിച്ച് നീ ചാവ്, നീ ചാവണം, നീ ചത്തേ പറ്റൂ. ശ്രീയേശേ മോനെ, ശ്രീയേശേ മോനെ, കുഞ്ഞേ, എന്റെ മോനെ, മോനെ. എങ്ങനെയാ അടിച്ചേ? നീ എന്താ ഇവിടെ ഇരിക്കണേ? ഞങ്ങൾക്ക് എന്താ ഇവിടെ ഇരുന്നൂടെ? ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കണേ എന്തിനാ ചോദിച്ചത്? ഇരിക്കാൻ പാടില്ലേ? നിങ്ങളൊന്നും ഇവിടെ കാണാറില്ലല്ലോ. ഞങ്ങൾ എന്തായാലും നിനക്കെന്നാ? നിങ്ങളെയൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ക്ലാസ് വരുമ്പോ കാണിച്ചു തരാം ഞാൻ. കാണാം. ആ കാണാം. പോടാ നീ. എടാ നമുക്ക് 5 സബ്ജക്റ്റ് ഉണ്ട്. ഈ 5 സബ്ജക്റ്റിന് 10 ദിവസം വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ റെഡിയാക്കാം. അങ്ങനെ ഓരോ ദിവസമായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞ ഒരു 2 ദിവസം കഴിയുമ്പോൾ അടുത്ത സബ്ജക്റ്റ് തുടങ്ങും. അങ്ങനെ പഠിച്ച് തീർക്കാവുന്ന ദിവസമുള്ളൂ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. സിറ്റ് ഡൗൺ. ഇനി ആർക്കെങ്കിലും പേപ്പർ കിട്ടാനുണ്ടോ? സൈലൻസ്, സൈലൻസ്. നീ എവിടെ പോയതായിരുന്നു മിന്നി? മാം, പ്രിൻസിപ്പൽ വിളിച്ചിട്ടുണ്ടായി. ഓക്കെ, ടേക്ക് യുവർ സീറ്റ്. എക്സാമിന് ആബ്സെന്റ് ആയിരുന്നു അല്ലേ? ആബ്സെന്റ് ആയിരുന്നു മാം. കുറച്ചു നാളായിട്ട് മിന്നി ഭയങ്കര ഉഴപ്പാണെന്ന് ടീച്ചേഴ്സ് എല്ലാം കംപ്ലൈൻ്റ് ആണ്. ടേക്ക് കെയർ. ഓക്കെ, സിറ്റ് ഡൗൺ. ആ ചന്ദ്രു ഇന്നലെ നമ്മുടെ മുമ്പിൽ കൈനീട്ടി യാചിച്ചു നിന്നവൻ ഇപ്പൊ വലിയ മുതലാളി ചമയുന്നു. ബോസ്, ജയിക്കൊരു ഡെയിലിങ്ങിന് പോയിരിക്കുക. ഉടനെ എത്തും. ഞങ്ങളാരെല്ലാം വന്നാൽ പോരെ ബോസ്? വേണ്ട, വേണ്ട. ജയിക്ക് മാത്രം കൂടെ മതി. ജയിക്കില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും. എനിക്കിതൊരു ഹരമാണ്. ചന്ദ്രുവിനേക്കാൾ മിടുക്കനാണവൻ. യെസ് ബോസ്. എല്ലാത്തിനും കാണിച്ചാണ് എൻ്റെ ശരിക്കുള്ള സ്വഭാവം. നീ വാടാ.
തീർക്കടാ പുല്ലേ. നിനക്ക് ശരിക്കും അറിയില്ലടാ. നിന്നെ ഇല്ലാതാക്കാനും എനിക്കറിയാം. സ്വന്തമായി നീ ഓർഡർ ചെയ്ത വിവരം ഞാൻ അറിഞ്ഞു. നീ അത്രയ്ക്ക് വളർന്നോ? എന്നെ തട്ടിയിട്ട് നിനക്ക് ആളാകണം എന്ന് നീ പറഞ്ഞറിയിച്ചു അല്ലേ? അതെടാ, എന്താ സംശയം? ചങ്കായി കരുതിയിരുന്ന് ജാഫർക്കാരെ തട്ടിയിട്ടല്ലേ നീ ആളായത്? കൊല്ലുന്നില്ല, പൊയ്ക്കോ. ഇനി ഞാനാണ് ഇവിടുത്തെ രാജാവ്. ചന്ദ്രു, നീ നിന്റെ ദിവസങ്ങൾ എണ്ണിക്കോ. പോടാ. കൊല്ലാതെ വിടുന്നത് എന്റെ ഔദാര്യം മാത്രം. നിന്നെ ഇവിടെ വരെ എത്തിച്ചത് ഞാനാ. ഇതൊക്കെ ഇല്ലാതാക്കാനും എനിക്കറിയാം. നീ വരും എന്റെ കാൽക്കൽ തന്നെ. ആ ദിവസം അധികം വിദൂരമല്ല. എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാനിപ്പോ ചാവും. മിന്നി, നീ സ്വയം നശിക്കല്ലേ. അച്ഛൻ പറയുന്നൊന്ന് കേൾക്ക്. പോടാ മിന്നി. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ? മിന്നി, മോളെ, ഡോക്ടർ. ഹലോ ഡോക്ടർ, ഐ എം ശേഖർ. മകൾ വലിയൊരു പ്രശ്നത്തിലാണ്. ഞാൻ ഒന്ന് കൊണ്ടുവരട്ടെ? യെസ് പ്ലീസ്. ഡോക്ടറിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുടെ റിപ്പോർട്ട് വേണം. ഞാൻ നിങ്ങളെ അറിയിച്ചതിനപ്പുറം കുട്ടി ഇപ്പോൾ നല്ല നോർമലാ. ഈ കുട്ടിക്ക് ശാരീരികമായ ഉപദ്രവങ്ങൾ? യു മീൻ സെക്ഷൽ ഹറാസ്മെന്റ്? നോ നോ. ഓ, ഭാഗ്യം. ഇവർ കഴിക്കുന്ന മിഠായികളിൽ മാരകമായ മയക്കുമരുന്നുകളാണ്. നാഡീഞരമ്പുകളെ തളർത്തിക്കളയുന്ന ലഹരി. പിന്നെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. ഇവർ പിന്നെ ഒരു മായിക ലോകത്തായിരിക്കും. ലഹരിയുടെ പവർ കുറയുമ്പോൾ നോർമലാകില്ലേ? തീർത്തും ലഹരി വിട്ടൊഴിയുന്നതിന് മുന്നേ തന്നെ അവർ വീണ്ടും കഴിക്കുന്നു. പിന്നെ പിന്നെ പൂർണ്ണമായും അവർ അതിന് അഡിക്റ്റ് ആകുന്നു. ഈ മരുന്നിൻ്റെ ലഹരിയിൽ നടക്കുന്ന ഒന്നും പിന്നീട് അവർക്ക് ഓർമ്മ വരില്ല. എവിടെ പോയി, ആരെ കണ്ടു എന്നൊന്നും ഓർമ്മ വരില്ല. ഒരിക്കൽ കൂടി ലഹരി കൊടുത്തുകൊണ്ട് അവരുടെ താവളം കണ്ടുപിടിച്ചാലോ? നോ, അത്തരം പരീക്ഷണങ്ങൾ ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കും. നാളെ ഞാൻ ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാനിരിക്കുകയാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നിങ്ങളെല്ലാം ഇവിടെ വിളിക്കാൻ കാരണം നമ്മുടെ നാട്ടിൽ സ്കൂൾ തലത്തിലും മയക്കുമരുന്ന് വിൽപ്പന വളരെയധികം വർദ്ധിച്ചതും വളരെ വാർത്താ പ്രാധാന്യമായതും. സർ, പട്ടിമറ്റം ഡിവിഷനിൽ ഞങ്ങൾക്ക് ഇത്തരക്കാരെ കണ്ടെത്താനും കുറെ സ്റ്റഫ് പിടിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സാർ, ഏത് ഇൻവെസ്റ്റിഗേഷനും ഫോഴ്സ് അത്യാവശ്യ ഘടകമാണ്. നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. ഏത് സമയത്തും എന്റെ യൂണിറ്റ് ഫുൾ സജ്ജമാണ് സാർ. സാർ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിഞ്ഞേക്കാം. എന്നാൽ വീണ്ടും പുതിയ കച്ചവടക്കാർ ഉയർത്തെഴുന്നേക്കും അല്ലേ? അതെ സർ. ഈ മാഫിയയെ അമർച്ച ചെയ്യാൻ സാധിക്കുന്നതോടൊപ്പം ഓരോ സ്കൂളിലും ബോധവൽക്കരണ പ്രോഗ്രാം കൂടി സംഘടിപ്പിക്കണം. അതിനായി യോദ്ധാവ് പദ്ധതിയിൽ അംഗം കൂടിയായ സുദീപ് സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഓ, സുദീപ് സാറിനെ എനിക്കറിയാം. അദ്ദേഹം ആദ്യം ജോലി ചെയ്തത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലാ. പിന്നീട് അത് രാജിവെച്ചിട്ടാ അദ്ദേഹം അധ്യാപകനായത്.
ബട്ട് അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ സർ? അതിനുള്ള ഓർഡർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ഓരോ സ്കൂളിൽ നിന്നും മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കാൻ ഓരോ അധ്യാപകരെ തിരഞ്ഞെടുത്തത് താങ്കൾ മറന്നുപോയോ? സർ, ഇതെൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ. നമസ്കാരം സർ, എൻ്റെ മുഴുവൻ പേര് സുദീപ് ഗോപാൽ. കുറച്ച് നാൾ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. എനിക്ക് അധ്യാപനത്തോടായിരുന്നു കൂടുതൽ താല്പര്യം. പിന്നെ അധ്യാപക ജോലി കിട്ടിയപ്പോൾ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രാജിവെച്ചു. ഈ ഡിപ്പാർട്ട്മെന്റിൽ എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? 8 വർഷം സർ. ഓക്കെ സുധി, പറയാനുള്ളത് പറഞ്ഞോളൂ. അനുവാദത്തിന് നന്ദി സർ. സർ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഏതോ വൻ ശക്തികളുടെ ടാർഗറ്റ് പോലെയാണ് സർ നമ്മുടെ വിദ്യാലയങ്ങളിൽ മയക്കുമരുന്ന് വിപണി സജീവമായിരിക്കും. അല്പം പിറകോട്ട് സഞ്ചരിച്ചാൽ അന്നത്തെ കുടുംബങ്ങളിൽ 8-10 മക്കൾ അർദ്ധ പട്ടിണിയിലും 4 അണ പോലും കയ്യിലില്ലാതെയാണ് സ്കൂളിൽ വന്നത്. ഇന്നത്തെ സ്ഥിതി അതല്ല സർ. 2 ഏറിയാൽ 3 മക്കൾ, അവർക്ക് ആവശ്യത്തിലധികം പണം. ഇത് ചിലവാക്കാനും ധാരാളം പണം രക്ഷകർത്താക്കൾക്കുണ്ട്. ഇത് മുതലെടുത്താകാം മയക്കുമരുന്ന് വിപണി സജീവമാകുന്നത്. എൻ്റെ സ്കൂളിലെ മിടുക്കന്മാരായ കുട്ടികൾ പോലും ഇന്ന് വട്ടപൂജ്യമായിരിക്കുകയാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് പോലും ഓർമ്മശക്തി പാടെ നശിക്കുകയാണ്. പുതിയ പേരുകളിലും പുതിയ രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്ന ഈ വസ്തുവിനെ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ് സർ. വിദേശത്ത് നിർമ്മിക്കപ്പെടുന്ന ഈ മയക്കുമരുന്നിന് നല്ലൊരു വിപണിയാണ് സർ, പ്രത്യേകിച്ച് കേരളത്തിൽ. ചിന്ത, സഹാനുഭൂതി, ലൈംഗിക തൃഷ്ണ എന്നിവ 10 മടങ്ങ് ഉത്തേജിപ്പിക്കുന്ന ഒരു സിന്തറ്റിക് ലഹരി മരുന്നാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതം തകർക്കുന്നത്. തലച്ചോറിലെ നാഡികൾക്ക് വിവരം നൽകുന്ന ന്യൂറോ ട്രാൻസ്മീറ്ററുകളിൽ നേരിട്ട് സ്വാധീനം നൽകാൻ ഇതിന് കഴിഞ്ഞേക്കും. പെൺകുട്ടികളെ ഇതിന്റെ വരുതിയിലാക്കിയാൽ തടസ്സമില്ലാതെ ലൈംഗിക ചൂഷണം നടത്താമെന്ന് വരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർ. ഇതിനെതിരെ പ്രവർത്തിക്കാൻ നമ്മൾ ഓരോ പൗരന്മാരും ശ്രമിച്ചാലേ ഇവിടുത്തെ തലമുറ രക്ഷപ്പെടുകയുള്ളൂ സാർ. സാർ, അതുകൊണ്ട് കേരളത്തിലെ ഏത് പോലീസ് വകുപ്പുമായി ചേർന്ന് ഏത് ബോധവൽക്കരണ പരിപാടിയിലും പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ് സർ. എൻ്റെ കുട്ടികളാണ് എനിക്ക് വലുത് എന്ന് ഓരോ രക്ഷിതാക്കളും, ഓരോ ജനങ്ങളും, ഓരോ ഡിപ്പാർട്ട്മെന്റും തീരുമാനിച്ചാൽ ഇതിനൊരു ശാശ്വത പരിഹാരമാകും സാർ. രണ്ടിഞ്ച് മിഠായിടാ. 100 നില്ലടാ അവിടെ. നീ കൊറേ നാളായി ഇവിടെ കിടന്ന് വിലസുന്നു. ഞങ്ങളിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ച നീ. ട്രേ എടുക്കടാ. നിക്കടാ അവിടെ, ഓടരുത്. പിടിക്കവനെ അവിടെ നിക്കടാ. പിടിക്കവനെ സാർ. ഹൗ ഈസ് മിന്നി? നല്ല ക്ഷീണം പോലെയുണ്ട്. നെവർ മൈൻഡ്, എല്ലാം ശരിയാവും. മിന്നിക്ക് വേറെ ആരെങ്കിലും, ഐ മീൻ ബ്രദർ, സിസ്റ്റർ? ഞങ്ങൾക്ക് ഒരു കുട്ടിയുള്ളൂ ഡോക്ടർ. ഇനി എന്താ അടുത്ത പ്ലാൻ? പഠിക്കണം. പഠിച്ച് വലിയ ഡോക്ടർ ആവണം. ചീത്ത കൂട്ടുകെട്ടുകള് ഇനി ഉണ്ടാവില്ല സാർ. ഓക്കെ, ഗുഡ് ഗേൾ. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് പോകാം. വളരെ സന്തോഷം ഡോക്ടർ. പിന്നെ മാപ്പ് ചോദിക്കേണ്ടത് എന്നോടല്ല, നിന്നെ ഇഷ്ടപ്പെടുന്ന നിന്റെ സഹപാഠികൾ, നിന്റെ അധ്യാപകർ, അവരോടൊക്കെയാണ്. നാളെ അസംബ്ലിയിൽ നീ എല്ലാവരോടായി മാപ്പ് പറയണം. പറയാം സാർ. കൂൾ.
എൻ്റെ മാഷേ, മയക്കുമരുന്നടിച്ച് തലക്ക് വെളിവില്ലാണ്ട് നടക്കണവരെ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കണം. ഓ എൻ്റെ മാഷേ, ഇങ്ങനെയൊന്നും പറയല്ലേ. കുട്ടികളെ നന്നാവാനെങ്കിലും ഒരു അവസരം കൊടുക്ക്. നല്ലോണം നന്നാവും. ഓ സാറിൻ്റെ വഴി. നമുക്ക് നമ്മുടെ മിന്നിക്ക് എന്തോ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, സോറി, വെരി സോറി. ഏതോ മായികലോകം തേടി പോയ ഞാൻ ഇനി ഒരിക്കലും ആ വഴി തെരഞ്ഞെടുക്കില്ല. എന്നെ ആരും വെറുക്കരുത്. I'm really sorry. കിട്ടിയ ഇൻഫർമേഷനൊക്കെ ശരിയാണ്. ആ തടിമില്ല് കണ്ടില്ലേ? മില്ലിനോട് ചേർന്നുള്ള ആ ബിൽഡിങ്ങിലാണ് സാർ, അവൻ്റെ താവളം. ഡിവിഷൻ SHO എന്ന് വിളിച്ചാലോ? പട്ടിമറ്റ സ്റ്റേഷനിൽ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ വിളിച്ചേക്കാം. ഞാൻ പെരുമ്പാവൂർ ഡിവിഷനിൽ കൂടി ഒന്ന് ഇൻഫോം ചെയ്തേക്കാം. പറയാം, ഒന്ന് കത്തിക്കുക. പോലീസിനെ കണ്ടോ? അവർ പുറകെ ഉണ്ടെന്നാ തോന്നുന്നേ. SPയെ വിളിച്ചിട്ട് കിട്ടിയോ സാർ? അരമണിക്കൂറായി. എൻഗേജ്ഡ്. വല്ല കുടുംബവിശേഷവും പറഞ്ഞിരിക്കുകയായിരിക്കും. സാർ, ഓക്കെ സാർ. അവർ ശക്തരാണ്. അവർക്ക് വിവിധ ഗ്രൂപ്പുകളുണ്ട്. പലയിടത്തു നിന്നാണ് അവരെ ആക്രമിച്ചത്. പിടിച്ചു നിൽക്കാൻ പറ്റില്ല സാർ. ഓക്കെ സാർ.
ഇനി മുതൽ ഞാൻ ഒരു പുതിയ കുട്ടിയാണ്. അതെനിക്ക് മനസ്സിലായി. ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ചത്തുപോയനെ. കൂൾ മിന്നി, ഹാപ്പി ആയിട്ടിരിക്കുക. ട്വിങ്കിൾ ട്വിങ്കിൾ കൺകളിൽ മോഹം, പിമ്പിൾ മിന്നും കവിളിൽ ദാഹം, ലവ് കൊണ്ടെന്നെ മൂടും ചുണ്ടിൽ ലലലപിതൻ താളം ലോലം. ട്വിങ്കിൾ ട്വിങ്കിൾ കൺകളിൽ മോഹം, പിമ്പിൾ മിന്നും കവിളിൽ ദാഹം, ലവ് കൊണ്ടെന്നെ മൂടും ചുണ്ടിൽ ലലലപിതൻ താളം ലോലം. I'm the garden of love, I'm the leader of love, I'm the garden of love, I'm the leader of love. പിക്കിൾ പോലെ എരിയും ലവറെ, ഇക്കിളിയായി നീ എന്നുള്ളിൽ, ചാറ്റിങ്ങിലെ സ്വീറ്റ് ഹാർട്ട് അല്ലേ, റിംഗ് ടോണായി ഫോണിൽ വരുമോ. I'm the glamour of love, I'm the soldier of love, I'm the glamour of love, I'm the soldier of love. ട്വിങ്കിൾ ട്വിങ്കിൾ കൺകളിൽ മോഹം, പിമ്പിൾ മിന്നും കവിളിൽ ദാഹം, ലവ് കൊണ്ടെന്നെ മൂടും ചുണ്ടിൽ ലലലപിതൻ താളം ലോലം. I'm the garden of love, I'm the leader of love, I'm the garden of love, I'm the leader of love. ടെൻഡർ ബീൻസിനോടിവേ കനവേ, ലോ വെസ്റ്റ് ജീൻസും ടോപ്പും, സ്കൂളിലെ ഹീറോ എന്നീ ഗ്യാങ്ങിൽ പാടി ആടാൻ വരുമോ. I'm the fever of love, I'm the version of love, I'm the fever of love, I'm the version of love. ട്വിങ്കിൾ ട്വിങ്കിൾ കൺകളിൽ മോഹം, പിമ്പിൾ മിന്നും കവിളിൽ ദാഹം, ലവ് കൊണ്ടെന്നെ മൂടും ചുണ്ടിൽ ലലലപിതൻ താളം ലോലം. I'm the garden of love, I'm the leader of love, I'm the garden of love, I'm the leader of love. ആ മിന്നി ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. സാർ നൽകിയ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഉണ്ടാകാം, പക്ഷേ ഈ സാർ, മഹേഷ് സാർ, സുദീപ് സാർ, മറ്റ് അധ്യാപകർ, അവരുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാധിച്ചത്. പുതിയ തലമുറ നശിക്കാൻ ഇടവരരുത്. ഓക്കെ, ഹാപ്പിയല്ലേ മിന്നി? അതെ. ഓക്കെ, പോയിക്കോളൂ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക് യു സാർ, താങ്ക് യു. ചന്ദ്രുവിനൊന്ന് കാണണം. ശ്രീയേഷിനെ പോലെ മിന്നിയും മാനസാന്തരപ്പെട്ടു. ഇവളിനി ജീവിച്ചിരിക്കാൻ പാടില്ല. നമ്മുടെ എല്ലാ സംഗീതങ്ങളും അവൾക്കറിയാം. അതിനെന്റെ കൂടെ ചന്ദ്രു വേണം. ബോസിന്റെ താല്പര്യം അനുസരിച്ച് നമുക്ക് എന്ത് വേണേലും ചെയ്യാം. സീനാക്കാൻ തന്നെ അവൻ്റെ വരവ്. നീ ആ ബാറ്റിങ് വന്നേ.
ഒന്ന് പൊട്ടിച്ചിട്ട് തന്നെ കാര്യം. എടാ ഞാൻ ഇടപെടണോ? വേണ്ട. തല്ലണോ നിനക്ക്? തല്ലടാ തല്ലടാ എന്നെ. ഒരുപാട് തെറ്റുകളിലൂടെ സഞ്ചരിച്ച എനിക്ക് ശരിക്കും ബോധോദയം ഉണ്ടായത് സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തപ്പോഴാണ്. ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നത് ലഹരിക്കടിമയായ അച്ഛനെ, മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും മണം എൻ്റെ വീട്. അവിടെ നിന്ന് എല്ലാം തുടങ്ങി. ഹലോ, സുദീപ് സാറല്ലയോ? ആ പറഞ്ഞോളൂ. ശ്രീയേഷിനെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടാണ് ഡിസ്മിസ് ചെയ്തതെന്ന് അവൻ അറിയുകയും ചെയ്യരുത്. എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞത് സ്വന്തം അച്ഛനാ. വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് ലെസ്ലി ആണെങ്കിലും അവിടുന്ന് ചാടി ഞാൻ സുദീപ് സാറിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്നായിരുന്നു എൻ്റെ മാറ്റത്തിൻ്റെ തുടക്കം. ഈ രാത്രി കൂടി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല സാർ. എന്തായാലും ഇന്ന് രാത്രി നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല. ഈ അച്ഛനും അമ്മയും പിരിഞ്ഞിട്ട് എത്ര നാളിങ്ങനെ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കും? അതൊരു വീടല്ല സാറേ, ജയിലാ. ഞാൻ എന്ത് ചെയ്താലും കുറ്റം കേട്ട് മടുത്ത് ഞാൻ. സാറിന്റെ വീട് കണ്ടോ? അത് വീടല്ല, ബാറാണ്. ശ്രീയേഷ്, എല്ലാ വീടിനും ഇതേപോലെ പറയാൻ പല കഥകളും ഉണ്ടാവും. അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരുമിച്ച് നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം. ശ്രീയേഷ് വല്ലതും കഴിച്ചിരുന്നു? എനിക്കൊന്ന് ഉറങ്ങണം. പ്രിയേ, ആ നീ എന്താ ഇന്ന് ഇത്ര ലേറ്റായത്? ലൈബ്രറിയിൽ കയറി സർ. അതെ, മാനസികമായ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പഠിത്തത്തെ ബാധിക്കരുത്. ആ പ്രിയേ, ഇന്നലെ രാത്രി എനിക്കൊരു അതിഥി ഉണ്ടായിരുന്നു. ആരാ സർ? നമ്മുടെ ശ്രീയേഷ്. അവനൊരു ട്രാപ്പിൽ പെട്ടിരിക്കുക. അവനെ നമുക്ക് രക്ഷപ്പെടുത്തണം. ശരി. സുദീപ് സാറ് പറഞ്ഞിട്ടായിരിക്കും. പ്രിയ എന്നെ വെറുത്തില്ലടാ. ശ്രീരാജ്, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. സോറിടാ. ഇന്നലെയാണ് ഞാൻ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് വന്നത്. എടാ, നിന്നോടുകൂടെ എന്നെയും കൂട്ടുമോ? ഞാൻ ഇനി ചീത്ത വഴി പോവില്ലടാ. ആഹാ, മോള് നല്ല കുട്ടിയായല്ലേ. സോറി മോളെ. മോളെ, മോളെ, മിന്നി, മോളെ, മോളെ,
മിന്നി മോളെ മോളെ എന്തായി? അവിടെ പോലീസുണ്ട്. ഇപ്പോ ഒരു യോദ്ധാ സംഘം ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണം. ഇവിടുന്ന് സാധനങ്ങൾ എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള വഴിയുണ്ടാക്കണം. അതിന് വഴിയുണ്ടാക്കാം. സർ, CA അദ്ദേഹവും മറ്റും ബാക്കിൽ വന്നു കഴിഞ്ഞു. നമുക്കിതിലേ പോവാം. ആ രോഗത്ത് കയറിട്ടുണ്ടല്ലോ ബോസേ. ഞാൻ നോക്കാം.
എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നെനിക്കറിയില്ല. മോനെ ശ്രീരാജ്, എന്റെ മോള് തലകുടഞ്ഞ് മുടിയുലങ്ങ് കുലമരിക്കുമ്പോൾ കഠിന വീഥികൾ കുടലജാതികൾ പടയൊരുക്കുമ്പോൾ കാട്ടുവീഥികൾ പാട്ടിലാക്കാൻ കാട്ടു തുടരേണ്ട പാതിവെന്ത കനവിലെല്ലാം വ്യാധി പിടയുമ്പോൾ നെഞ്ചുകത്തും പന്തമായെരിഞ്ഞാളി നിൽക്കുമ്പോൾ താണ്ഡവത്തുടി കഠിന ശബ്ദ താളമാടുന്നേ, താണ്ഡവത്തുടി കഠിന ശബ്ദ താളമാടുന്നേ. കൊക്കയിലേക്ക് തള്ളി. പിന്നാലെ പോലീസ് വേഗം വണ്ടി വിടും. ഇല്ല, ജനം ഒരുമിച്ച് നിന്നാൽ ഇത്തരം മഹാവിപത്തുകളെ വേരോടെ പിഴുതെറിയാൻ കഴിയും. ലഹരി മാഫിയക്കെതിരെ നമ്മളിനി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കും. വരൂ, ഒന്നിച്ച് നമുക്ക് പട നയിക്കാം. My dear fellow warriors, fear nothing. We are an invisible army against the dirty narcotic business. Let us begin the war. മയക്കുമരുന്നിനെതിരെയുള്ള യുദ്ധത്തിൽ ഞാനും ഒരു യോദ്ധാവാണ്. നിങ്ങളും യോദ്ധാക്കളാവണം. ഭയപ്പെടേണ്ട, സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്. 999-5966-666 ആന്റി നർക്കോട്ടിക് ആർമി നമ്പർ. ഓർക്കുക, നിങ്ങളുടെ ഒരു മെസ്സേജ് രക്ഷിക്കാൻ പോകുന്നത് ഒരു തലമുറയാണ്. മൗനം വെടിയൂ. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയുള്ള യുദ്ധം ഇന്ന് തന്നെ ആരംഭിക്കും.